പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജയിച്ചവരുടെ മാത്രമല്ല ലോകം, തോറ്റവരുടെയും കൂടിയാണ് ലോകം. 1953 മെയ് 29 എവറസ്റ്റിന്റെ മുകളിൽ ആദ്യമായിട്ട് ടെൻസിങ്ങും ഹിലാരിയും കയറുന്നത്. ആ സമയത്ത് ലോക രാജ്യങ്ങൾ എവറസ്റ്റിന്റെ മുകളിൽ എത്താൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷ് എംപയർ ഫണ്ട് ചെയ്ത് ടെൻസിങ്ങിനെയും ഹിലാരിയെയും ആദ്യമായിട്ട് എവറസ്റ്റിന്റെ മുകളിൽ എത്തിച്ചത്. ഇവരെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പിൽ നിന്ന് ഈ വിവരം പുറം ലോകം എങ്ങനെയാണ് അറിയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഇപ്പോൾ ഉള്ളതുപോലുള്ള കമ്മ്യൂണിക്കേഷനും ഒന്നുമില്ല. 200 മൈൽ ബേസ് ക്യാമ്പിൽ നിന്ന് ഓടി കാത്മണ്ഡുവിലെത്തി ഈ കഥ പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, തെൻ ച്വാങ് ഷെർപ്പ. എന്തൊരു എഫേർട്ടാണത്! എത്ര വലിയ ജേണി ആയിരുന്നു പുള്ളിക്കാരൻ ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവരം കൈമാറി ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ലോകം അറിഞ്ഞതുമില്ല, അംഗീകരിച്ചതുമില്ല. അദ്ദേഹം തോറ്റുപോയൊരു മനുഷ്യനായിരുന്നു. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് കാത്മണ്ഡുവിൽ വരെ ഓടി ഒരു വിവരം പറയാൻ വരുന്ന ഒരു എഫേർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഐ റെസ്പെക്ട് ദാറ്റ് മാൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന്റെ 71ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇദ്ദേഹത്തെയാണ് ശരിക്കും ഓർക്കേണ്ടത്. ടെൻസിങ്ങും ഹിലാരിയും ഹീറോസ് തന്നെയാണ്, പക്ഷേ കഥ പൂർണ്ണമാവണമെങ്കിൽ അവരും കൂടെ വേണം. അവരെ നമ്മൾ ഓർക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. ഇതുപോലുള്ള എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിലും ഇല്ലേ? ഒരുപാട് പേരില്ലേ? അവരെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ സാധിക്കുമോ? അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് ആർക്കും അവരെ അറിയത്തുപോലുമില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഒരു കൈയടി മേടിക്കാനോ ഒരു സദസ്സിലോ പോലും വരത്തില്ല. അങ്ങനത്തെ 100 കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ടാണ് ശരിക്കും നമ്മളൊക്കെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ടെൻസിങ് എല്ലാവരും കയറിയത് ലോകം എങ്ങനെ അറിയും? ഒരാളും അറിയാൻ പോകുന്നില്ല.